ശ്രീതലി ബാഫയ്ക്ക് തങ്ങൾ, പ്രിയപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, നമ്മുടെ പേരോട് ഉസ്താദ്, അധ്യക്ഷവേദിയിലെ ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന സ്വസംഘം ചെയർമാൻ സയ്യിദ് ഹുസൈൻ തങ്ങൾ സഖാഫി, പ്രിയപ്പെട്ട KM ബഷീർ അവറുകൾ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാർ, ഞാനൊരു സാന്ത്വനം പരിപാടിയുടെ ആംബുലൻസ് വിതരണ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ട ഒരു വേഷത്തിലല്ല ഞാൻ വേദിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ റോട്ടിലെ കുഴിയടക്കലും വെള്ളക്കെട്ട് തീർക്കലും തർക്കം തീർക്കലും അണ്ടർപാസിൻ്റെയും കൾവത്തിൻ്റെയൊക്കെ പണിയിലായിരുന്നു രാവിലെ 8:30 മുതൽ ഇതുവരെ. ഉച്ചക്ക് 1:30 മണിക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് ഞാൻ എത്തിയപ്പോൾ ഏതാണ്ട് 5:30 മണി, 5:45. അപ്പോൾ രാവിലെ മുതൽ എല്ലാ സ്ഥലങ്ങളിലും നാഷണൽ ഹൈവേയിൽ യാത്ര ചെയ്യാനുള്ള ഇപ്പോഴത്തെ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ നിങ്ങളെല്ലാവരും അനുഭവിക്കുന്നതാണ്. ഇവിടെ പേരോട് ഉസ്താദ് പറഞ്ഞ പോലെ കുറ്റ്യാടി ജംഗ്ഷനിലും ഈ പറഞ്ഞ വർഷങ്ങളുടെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇന്ന് നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് ഡയറക്ടറും വഗാഡിൻ്റെയും അതുപോലെ അദാനി ഗ്രൂപ്പിൻ്റെയും ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന സൈറ്റ് വിസിറ്റ് വെച്ച ദിവസമായിരുന്നു. 8:30 മുതൽ 1:30 വരെ അവിടെയും, 3:30 തീക്കുനിയിലും പിന്നെ ഈ പരിപാടിയിലും ഇത് പങ്കെടുത്ത ശേഷം ഇപ്പോഴത്തെ മരുതാങ്കര ഒരു സ്ഥലത്തും അതിനുശേഷം ബാലുശ്ശേരിയിലും വൈകിട്ട് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി നാളെ ഡൽഹിയിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു അനുസ്മരണവും പങ്കെടുക്കാനുള്ളത് കൊണ്ട് മാവേലിക്ക് കയറണം എന്നതായിരുന്നു പ്ലാൻ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോയിന്റുകളിൽ മാത്രമല്ല, ഭീകരമായ വെള്ളക്കെട്ടിൻ്റെയും ഗുരുതരമായ കുഴികളുടെയും അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യവും അതുപോലെ തന്നെ വളരെ ജെന്യുവനായിട്ടുള്ള അണ്ടർപാസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിറവേറാൻ കഴിയാത്തതിൻ്റെ പ്രയാസമൊക്കെ ആയിട്ട് വഴിയിൽ മുഴുവൻ ആളുകൾ നിൽക്കുകയും ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ പോയിന്റ് ഒന്നാണ് ഇട്ടിരുന്നെങ്കിൽ ആ പ്രദേശത്തെ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു പ്രയാസം പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി ദുരിതത്തിലാണ്, ഒന്ന് വന്ന് നോക്കി പോകണമെന്ന് പറയുമ്പോൾ പറ്റൂല, എനിക്ക് അടുത്ത പരിപാടി ഉണ്ട്, പോയി പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞ് പോരാൻ പറ്റാത്ത ഉസ്താദ് വളരെ കൃത്യമായി ഇവിടെ സൂചിപ്പിച്ച പോലത്തെ ഒരു പ്രയാസം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നേരം വൈകിയത്. അതുകൊണ്ട് ഞാൻ ഇനി വേഷം മാറാനോ അല്ലെങ്കിൽ അതിനൊന്നും നിന്നില്ല. പരമാവധി വേഗത്തിൽ ഇവിടെ ബാങ്ക് കൊടുക്കുന്നതിന് കൂടെ എത്തിച്ചേർന്ന എല്ലാവരും കൂടെ കാണാൻ പറ്റുന്നതുകൊണ്ട് ഓടി വന്നതാണ്. ഇപ്പോൾ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ ഉസ്താദ് കൃത്യമായി പറഞ്ഞു, ഞാൻ പറയാതെ തന്നെ ബ്ലോക്കുകാരുടെ ബൈക്കുമ്പോൾ കയറി വന്നതാണ് എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ ഉസ്താദ് പറയണ്ടായി. ഞാൻ 5 മിനിറ്റ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് നമ്മുടെ ഒരു സൗകര്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു. അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുടെ പട്ടികയിൽ ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ശബ്ദിക്കുന്നവരിൽ ഒരു ശബ്ദം എന്റേതായിരിക്കുമെന്നുള്ളത് ഈ സംഗമത്തിനും നാടിനും ഉറപ്പ് നൽകാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആംബുലൻസ് വിതരണം ഉൾപ്പെടെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഒരു നീണ്ട പട്ടിക, മനുഷ്യന്റെ കണ്ണീരൊക്കുന്ന അല്ലെങ്കിൽ പ്രയാസങ്ങളിൽ അവർക്ക് ആശ്വാസമാകുന്ന, കഷ്ടപ്പാടിൽ അവർക്ക് പ്രത്യാശ നൽകുന്ന, ബലഹീനതയിൽ അവർക്ക് ശക്തി നൽകുന്ന SYSന്റെ സാന്ത്വനം പരിപാടി കേരളത്തിന്റെ മുക്കിലും മൂലയിലും നിരവധിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു തുടർച്ച, അതിൻ്റെ ഒരു തുടർച്ചയുടെ ഭാഗമായി ഒരു ജീവൽ പ്രശ്നങ്ങളിലൂടെ കൂടെ ഇടപെടാൻ കഴിയാവുന്ന ഒരു കാര്യമായി ഈ ആംബുലൻസ് സർവീസിനെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം എന്ന സൽക്കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നുള്ള ചാരിതാർത്ഥ്യവും ഞാൻ മറച്ചു വെക്കുന്നില്ല. എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു. നന്മകൾ ചെയ്യാനുള്ള മനുഷ്യന്റെ മനസ്സും അധ്വാനവും അത് തുടരാനൊരു പ്രചോദനമായി ഈ സംഗമവും നമുക്ക് മാറട്ടെ. നാടിന്റെ ഐക്യവും കൂട്ടായ്മയും സ്നേഹവും സൗഹാർദ്ദവും അതൊക്കെ നിലനിൽക്കാൻ ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് മാറും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ചെയ്യുന്ന സംഘടന അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടി എന്ന് പറയുമ്പോഴാണ് അതിന്റെ പ്രധാനം. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തടസ്സമില്ലാതെ അറിയിക്കുന്ന ആളുകളിലേക്ക് അവരുടെ അവകാശങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് സാന്ത്വനം എന്ന പേരിൽ SYS നടത്തുന്ന ഈ ഇടപെടലുകൾ എന്നുള്ളത് പല വിധത്തിൽ പല അവസരങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് തുടർച്ചയുണ്ടാവട്ടെ. സഹകരിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും പ്രാർത്ഥനയും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വരാൻ വൈകിയതുകൊണ്ട് നേരത്തെ പോയിക്കോളാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠരുടെ സാന്നിധ്യത്തെയും അവരുടെ അനുമതിയോടെ ഈ സംഗമം വിനയത്തോടുകൂടി ലളിതമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.